വചനോത്സവം ഓൺലൈൻ തിരുമുഖ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈശോയുടെ തിരുമുഖത്തെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവരായിട്ട് നമുക്ക് വളരുവാൻ സാധിക്കട്ടെ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 25-ാം വാക്യം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 25-ാമത്തെ വാക്യം. എൻ്റെ വചനങ്ങളാൽ ശിക്ഷണം നേടുക, നിനക്ക് ശുഭം വരും. സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ വചനങ്ങളും അത് ഓരോ സ്വഭാവങ്ങൾ രൂപീകരിക്കുവാൻ വേണ്ടി ഉള്ളതാണ്. നമ്മുടെ ആത്മീയ മനുഷ്യൻ്റെ സ്വഭാവ രൂപീകരണത്തിന് വേണ്ടിയുള്ള ഓരോ സ്വഭാവങ്ങളെ പറ്റിയും പറഞ്ഞു തരുന്നതാണ് ഈശോയുടെ തിരുവചനങ്ങൾ. അപ്പോൾ വചനം വായിച്ച് വചനത്തിൻ്റെ ശിഷ്യനായി മാറും. ഈശോയുടെ വചനത്തിൻ്റെ ശിഷ്യനായി മാറുക, അത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ കൃപയ്ക്ക് വേണ്ടി ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വചനത്തിൻ്റെ ശിഷ്യനാക്കി എന്നെ മാറ്റണമേ. അങ്ങയുടെ വചനത്തിൻ്റെ ശിഷ്യനാക്കി എന്നെ മാറ്റണമേ. വചനമനുസരിച്ച് ജീവിക്കുവാൻ കൃപ തരണമേ എന്ന് ഒരു ഗാനം ആലപിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞവരെ, നമുക്കറിയാമല്ലോ, നമ്മുടെ വീട്ടിലൊക്കെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ നമ്മൾ നേഴ്സറിയിൽ, കളരിയിൽ ഒക്കെ കൊണ്ട് ആക്കും. അവർ അവിടെ ഇരുന്നിട്ട് ചെറുപ്പം മുതലേ അവർ പഠിക്കും. ഓരോ അക്ഷരങ്ങൾ അവർ പഠിക്കും, വാക്കുകൾ പഠിക്കും, അങ്ങനെ സംസാരിക്കാനൊക്കെ അവർ പഠിക്കും, അറിവ് ഉണ്ടാവും. അപ്പോൾ അവർ ആ പഠിച്ച ചെറു ക്ലാസ്സിൽ പഠിച്ച ആ അടിസ്ഥാനം ഇട്ടുകൊണ്ട് അവൻ വളർന്ന് അറിവിൽ, അവൻ സ്വഭാവത്തിൽ ഒക്കെ, വ്യക്തിത്വത്തിൽ ഒക്കെ ആ വളർച്ച പ്രാപിക്കുക. അതുപോലെ നമ്മുടെ ആത്മീയ മനുഷ്യനും അതുപോലത്തെ ഒരു കളരിയിലേക്ക് പ്രവേശിക്കേണ്ടതായിട്ടുണ്ട്. ആത്മീയ മനുഷ്യൻ ഒരു നേഴ്സറി ക്ലാസ്സിൽ പ്രവേശിക്കേണ്ടതായിട്ടുണ്ട്, ഒരു കളരിയിൽ പ്രവേശിക്കേണ്ടതായിട്ടുണ്ട്. വിശുദ്ധയുടെ ബാലപാഠങ്ങൾ ആ കളരിയിൽ വെച്ചാണ് അവൻ പഠിക്കുന്നത്, ആ നേഴ്സറി ക്ലാസ്സിൽ വെച്ചാണ് അവൻ പഠിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹത്തെപ്പറ്റി ആ ക്ലാസ്സിൽ വെച്ചാണ് അവൻ പഠിക്കുന്നത്. ആ കളരി എന്ന് പറയുന്നത് വചനമാണ്. ആത്മീയ മനുഷ്യൻ അക്ഷരങ്ങൾ, ദൈവികമായ ജ്ഞാനത്തിൻ്റെ അക്ഷരങ്ങൾ പഠിക്കുന്നത് വചനം വായിക്കുമ്പോഴാണ്.
ചെറുപ്പം മുതലേ നമ്മൾ വചനത്തിൻ്റെ ശിഷ്യന്മാരായിട്ട് മാറേണ്ടതായിട്ടുണ്ട്. അത് സാധിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ നമുക്കതിന് സാധിക്കട്ടെ. കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ